അത് ഈ വർഷത്തെ ഒരു കിടു സർപ്രൈസ് തന്നെ പറയാം. ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ, കൈയടിച്ചു പോയി. ജയറാമേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ വെടിക്കുന്ന ടൈമിലുള്ള ഇതായിരുന്നു. നല്ല സർപ്രൈസ് ആണ്. അത്രയ്ക്ക് അങ്ങനെ ഞെട്ടോ അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ലതാണ്. മമ്മൂക്കെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ സ്ഥിരം കാണുന്ന സെയിം പാറ്റേൺ അല്ല, ആവറേജ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എബ്രഹാം മോസ്റ്റർ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ജയറാമേട്ടൻ്റെ ഒരു മലയാളത്തിലേക്കുള്ള കിടിലൻ കംബാക്ക് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അഞ്ചാം പാതിര പോലെ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു കിടിലൻ ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം മുകളിൽ ഒരു 1.5 സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഞാനായിട്ട് ആ സർപ്രൈസ് പൊളിക്കുന്നില്ല. എന്തായാലും 2024 ആദ്യ ബിഗ് എൻട്രി മലയാളത്തിൽ നിന്നുള്ള എബ്രഹാം മോസ്റ്റർ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്ന അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് ഔട്ട് ഓഫ് 5 ഒന്ന് ഇടുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സിനിമകളുടെയൊക്കെ ജെന്യൂൻ റിവ്യൂ ഏറ്റവും ആദ്യം കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഓക്സ്ഫോർഡ് റിവ്യൂലേക്ക്. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട പടം. കിടിലായിരുന്നു. ജയറാമിൻ്റെ ഒരു പക്ക കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന പടം. BGM, ഡയറക്ഷൻ എല്ലാ മേഖലയിലും അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ടീം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മെഡിക്കോ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവലിൽ പക്കയായിട്ട് എടുത്തിട്ടുണ്ട് പടം. ഇമോഷണൽ ഡ്രാമയാണോ അതോ ക്രൈം ത്രില്ലറാണോ? എല്ലാം ഉണ്ട്. എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. സെക്കൻഡ് പാർട്ടിന് ഒരു തിരി കൊളുത്തിട്ടുണ്ട് ലാസ്റ്റ്. ക്രൈം ത്രില്ലറാണ്. എന്നാൽ അഞ്ചാം പാതിരയുടെ അത്രയില്ല. മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഫിലിം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അഞ്ചാം പാതിര അത്രയില്ല, എന്നാലും നല്ല മികച്ച രീതിയിൽ. പിന്നെ സുരേഷ് ഗോപിയുടെ ഗസ്റ്റ് റോളും നല്ല മികച്ചതായിരുന്നു. മമ്മൂക്കെ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ സ്ഥിരം കാണുന്ന സെയിം പാറ്റേൺ അല്ല, ആവറേജ്. അങ്ങനെയാണ്. സ്റ്റോറി വൈസ് ആണോ ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ? നമ്മളൊരു ക്രൈം ത്രില്ലർ കാണുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റോ എന്തെങ്കിലും അല്ലേ പ്രതീക്ഷിക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ല, പ്ലെയിൻ സ്റ്റോറി ടെല്ലിങ്ങാണ്. മമ്മൂക്കയുടെ ഗസ്റ്റ് റോൾ ഉണ്ടെന്നേ ഉള്ളൂ. ആ സമയത്ത് മാത്രം എനിക്ക് ആവറേജ് ആയിട്ട് തോന്നി. പടമാണ്, ഡ്രാമയാണ്. പുള്ളി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്, പക്ഷേ പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. ടോട്ടലി എൻഗേജിങ് ആണോ? എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫ് ഫ്ലാഷ് ബാക്ക് നറേഷൻ ആ പോർഷനാണ്, എന്നാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സസ്പെൻസ് എലമെന്റ്സ് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി? അല്ല, ഇന്റർവ്യൂ കഴിയുമ്പോൾ തന്നെ നമുക്ക് സസ്പെൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ഫുള്ള് പിന്നെ എന്താണെന്നുള്ളത് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നതാണ്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല പടം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഇൻറ്റൻസ് ആയിട്ട്, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഇത് തോന്നിയത്. പിന്നെന്താ BGM ഒക്കെ നൈസായിരുന്നു. ജയറാമേട്ടൻ അടിപൊളിയൊക്കെ ആയിരുന്നു. ഒരു സർപ്രൈസ് സാധനം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി? അത് ജയറാമേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ വെടിക്കുന്ന ടൈമിലുള്ള ഇതായിരുന്നു. നല്ല സർപ്രൈസ് ആണ്, ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പക്ഷെ അതിനുശേഷം പടം ഒരു ഇമോഷണൽ ലെവലിലോട്ടാണ് പോയത്, ത്രില്ലർ ലെവലല്ല. ആ ഒരു ഇതുവരെ, ആ സർപ്രൈസ് വരുന്നവരെ പക്ക ഒരു ത്രില്ലർ മൂഡും, അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ഇമോഷണൽ ജോണിലോട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അത് സ്പോയിലറാണ്, പറയണോ? ഇല്ല ഇമോഷണൽ അങ്ങനെയൊന്നുമല്ല, ത്രില്ലറാണ്, പ്രോപ്പർ ത്രില്ലറാണ്. ഓക്കെ. എന്നാലും ആ ഒരു സസ്പെൻസ് ഡെവിൾസ് ആൾട്ടർനേറ്റീവ് ഒക്കെ അത്രയ്ക്ക് അങ്ങനെ ഞെട്ടോ അങ്ങനെയൊന്നും ചെയ്തില്ല. നല്ലതാണ്. പടം നന്നായിട്ടുണ്ട്. ഒരു അഞ്ചാം പാതിര പോലെ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ മിഥുൻ മുകുന്ദൻ്റെ BGM ഒക്കെ നല്ല അടിപൊളിയാണ്. ക്യാമിയൊക്കെ സീൻ. എന്നാലും പ്രതീക്ഷ സീൻ അഞ്ചാം പാതിര വേറെ ഡിഫറൻസ് ആ ഒരു കാറ്റഗറിയാണ്. പക്ഷേ കൊള്ളാം, നല്ല മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. യൂഷ്വൽ ക്രൈം ത്രില്ലർ ടെംപ്ലേറ്റ് തന്നെയാണോ? ടെംപ്ലേറ്റ് ചെയ്യും, പക്ഷേ നല്ലപോലെ എടുത്തിട്ടുണ്ട്. സീറ്റ് തന്നെയാണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് സിനിമ ഒന്നുകൂടി എലവേറ്റ് ചെയ്യിപ്പിക്കും. വലിയ ഗംഭീരമൊന്നും പറയാനില്ല, എന്നാലും നമുക്കൊരു മനസ്സിനൊരു സുഖം തരുന്ന ഒരു പടം തന്നെ. സെക്കൻഡ് ഹാഫാണ് പടം ട്രാക്കിലോട്ട് കയറിയത്. ആ ഒരു പ്രസൻസ് ഞാൻ പറയുന്നില്ല, അതൊരു ഭയങ്കര ഗൂസ് ബംസ് മൂവ്മെന്റ് ആയിരുന്നു ഈ വർഷത്തെ. അപ്പോൾ നമ്മൾ പലരും ഈ ഒരു ക്രൈം ത്രില്ലർ പ്രതീക്ഷിച്ച് പോകരുതല്ലേ, ഒരു ക്രൈം ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ പ്രതീക്ഷിച്ച് പോയാൽ മതി. നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട് മിഥുൻ്റെ. കാരണം ജയറാമേട്ടൻ്റെ ഇതുവരെ കാണാത്ത, ഒരിക്കലും തിരിച്ചു വരവെന്നല്ല പറയുന്നത്, ജഗദീഷ് ഏട്ടൻ പറഞ്ഞിട്ട് ഇവിടെ റീലോഡ് പുള്ളിക്കാരൻ്റെ പുതിയൊരു വേർഷനാണ്. ആ ഒരു സർപ്രൈസ് സാധനം എത്രത്തോളം ഇതുണ്ടാക്കി ഇമ്പാക്ട്? അത് ഈ വർഷത്തെ ഒരു കിടു സർപ്രൈസ് തന്നെ പറയാം. ഗൂസ് ബംസ് മൂവ്മെന്റ്സ് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ, കൈയടിച്ചു പോയി ആ ഒരു സാധനം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ആൾക്കാരെ തീർച്ചയായിട്ടും പോയി ഈ പടം കാണണം. ഗംഭീര വിജയം തന്നെ ആയിരിക്കും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയി, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ നന്നാക്കാൻ തോന്നി. അങ്ങനെ സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്രൈം ത്രില്ലർ ആണോ അതോ ക്രൈം ഡ്രാമയാണോ? ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറി തന്നെയാണ്. നമുക്ക് ട്രെയിലറിൽ നിന്നൊക്കെ ഏകദേശം മനസ്സിലായ സംഭവം തന്നെയാണ്. എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അശാന്തമായി കിടക്കുന്ന കടലിന് മുകളിൽ ഒരു വലിയ തിരയടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് ഭയങ്കര ഒരു ഗൂസ് ബംപ് മൊമെന്റ്. ഫൈനലി ദ മോസ്റ്റ് അവൈറ്റഡ് ഡെവിൾസ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ എബ്രഹാം മോസ്റ്റർ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സിനിമ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്ത് അടുത്തൊരു വീഡിയോ കാണാം.